തുറക്ക അറ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി ഗണപതി കോവിലിൻ്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പ്രഖ്യാതമായ തുറക്ക അറ അഥവാ രഹസ്യ അറ 4 ഭാഗവും അടച്ചിട്ടിരിക്കുന്നതിനാൽ ഇത് ആരാലും തുറക്കരുത് എന്നാണ് ജനവിശ്വാസം. ചില ദുശ്ശകുനങ്ങൾ കണ്ടതിനാൽ കോർട്ട് ഓഫ് വാൺസിൻ്റെ കാലത്ത് ഈ അറ തുറക്കുവാനുണ്ടായ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. 1970കളിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ഈ അറയുടെ ചുവരുകൾ വെട്ടുകല്ലിനു പകരം കരിങ്കല്ല് കൊണ്ട് ബലപ്പെടുത്തുകയുണ്ടായി. ഈ അറയുടെ നിഗൂഢതയെപ്പറ്റി, അറയിലെ നിക്ഷേപങ്ങളെപ്പറ്റി 3 സാധ്യതകളാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ക്ഷേത്രത്തിലെ അപൂർവ നിധികൾ സൂക്ഷിക്കുന്നത് ഇവിടെയാണെന്നാണ് ഇതിൽ ഒരു അഭിപ്രായം. പുരാണ പ്രസിദ്ധമായ സാമന്തകം മണി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നും പഞ്ചനാഗങ്ങൾ അവയെ സംരക്ഷിച്ചു വരുന്നുവെന്നാണ് ഐതിഹ്യം. കുറച്ചുകൂടി വിശ്വാസയോഗ്യമായ മറ്റൊരു സാധ്യത ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് ഉത്സവ വിഗ്രഹം അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോയപ്പോൾ ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ, രത്നങ്ങളും ആഭരണങ്ങളും ഉൾപ്പെടെ ഈ അറയിൽ സൂക്ഷിക്കപ്പെട്ടു. മാനവേദനൻ സാമൂതിരി ഭഗവാനിൽ നിന്നും കൈക്കലാക്കിയ മയിൽപ്പീലി തുണ്ട് സൂക്ഷിച്ചിരിക്കുന്നതും ഇവിടെയാണെന്നും പറയപ്പെടുന്നു. പക്ഷേ പിന്നീടുണ്ടായ അഗ്നിബാധയിൽ ഈ പീലി നശിച്ചുപോയെന്നും പറയപ്പെടുന്നു. വില്യമംഗലം സ്വാമിയാർ സമാധിയായിരുന്ന സ്ഥലമാണ് ആണെന്ന നിഗമനവും പറയുന്നുണ്ട്. ഇഷ്ടദേവന്റെ സമീപം വിശുദ്ധ വ്യക്തികളുടെ ചിതാഭസ്മവും മറ്റും അടക്കം ചെയ്യുന്ന പതിവ് പുരാതന ഇന്ത്യയിൽ നിലവിലിരുന്നു. അത്തരത്തിലുള്ള ഒന്നാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ നിഗൂഢ അറയെന്നും അവിടെയാണ് കണ്ണകിയുടെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നുവെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇവയുടെയെല്ലാം ഒരു പൊതു സ്വഭാവം, ഈ അറകൾ സ്ഥാപിച്ചിട്ടുള്ളത് തെക്കുഭാഗത്ത്, തല തെക്കോട്ട് വരുന്ന വിധത്തിലാണ്. തെക്കോട്ടു പോവുക എന്നൊരു ശൈലി തന്നെ മലയാളത്തിൽ പ്രാചാര്യത്തിലുണ്ട്. അതിനാൽ ഗുരുവായൂരിലെ നിഗൂഢ അറ വില്യമംഗലത്തെ പോലുള്ളൊരു സന്യാസിവരൻ്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിക്കുന്ന സ്ഥലമായി കൂടന്നില്ല. വേലൂർ മഠത്തിലെ ക്ഷേത്രത്തിലാണല്ലോ ശ്രീരാമകൃഷ്ണൻ്റെയും ശാരദാദേവിയുടെയും വിവേകാനന്ദൻ്റെയും ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത്. വില്യമംഗലം സമാധിയടഞ്ഞത് തൃശ്ശൂരിൽ വെച്ചാണെന്നൊരു വാദഗതിയും നിലവിലുണ്ട്. അങ്ങനെയെങ്കിൽ പിൻകാലത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഗുരുവായൂരിലേക്ക് മാറ്റിയതുമാവാം. കേരള ക്ഷേത്രങ്ങളിൽ പൊതുവെ മൃതദേഹം സംസ്കരിക്കാറില്ല എന്നതും ഇവിടെ ഓർമ്മിക്കേണ്ടതാണ്. ഗുരുവായൂരിലാണെങ്കിൽ ശ്രീകോവിലേക്കും ഗർഭഗൃഹത്തിലേക്കും തിരിച്ചും അതുപോലെ രുദ്രതീർത്ഥത്തിലേക്കും ഈ അറ വഴി ഒരു രഹസ്യമാർഗമുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്.